ആ ടോയ്ലറ്റ് സീൻ ഉണ്ടല്ലോ ഇപ്പൊ സിനിമയിൽ പറയുന്നത് പോലെ ഡെയിലി ഒരു 2000 to 3000 ആളുകൾ വന്നു പോകുന്ന ഒരു ലൊക്കേഷനാണ് നിങ്ങൾ ഇതിന്റെ ഒരു മെജോറിറ്റി ഷൂട്ട് ചെയ്തിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ. എങ്ങനെയുണ്ടായിരുന്നു അതിന്റെ ഷൂട്ടിംഗ്? കാരണം ഇത്രയും തിരക്കുള്ള ഇത്രയും ആളുകളുള്ള ഹൗ ഡിഡ് യു ഗൈസ് മാനേജ്? അങ്ങനത്തെ അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റ് ആയിരുന്നു. അപ്പൊ ഓ മോനെ, ഐ തിങ്ക് വി ഹാഡ് ടു ക്ലീൻ ഇറ്റ് അപ്പ്. അപ്പോൾ അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്ത് വരുമ്പോൾ പിന്നെ നമുക്ക് ചിലപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന വരില്ല. പിന്നെ അത് മാറ്റി വെച്ചാൽ ഒരു സ്റ്റുഡിയോ ഉണ്ടാക്കി. അപ്പം നമ്മൾ നോക്കിയപ്പോഴേക്കും ഹോട്ടലിലൊരു ഉണ്ടല്ലോ ഒരു ബാത്റൂം ഉണ്ടല്ലോ. അപ്പോൾ വി ജസ്റ്റ് ക്ലീൻ ഇറ്റ് അപ്പ്. എന്നിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് അതിന്റെ അവസ്ഥ അങ്ങനെ ഇരുന്നിരുന്നത്. അല്ല ആക്ച്വലി ബാസി ആയതുകൊണ്ടാണ് ഞാൻ വെറുതെ പറയല്ല. ബാസി ആയതുകൊണ്ട് അത് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചെയ്യില്ലത്. അത് കണ്ടപ്പോഴും ഞാൻ അത് ക്ലീൻ ചെയ്തിട്ട് അവിടെ അഭിനയിക്കാമെന്ന് ഞാൻ പറയില്ല. ഇപ്പൊ ബാസിനെ കുറിച്ച് ആൾക്കാർ പറയും, ബാസി കുറച്ചൊരു ഇതുണ്ടല്ലോ ബാസിനെ കുറിച്ച് പറയുമ്പോ ബാസി അങ്ങനെ കലക്കനാണ്. അപ്പം അങ്ങനെ എഫേർട്ട് കിട്ടുന്ന ഒരാളാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണല്ലോ നമുക്കൊരാളോട് ഒരു റെസ്പെക്ട് തോന്നണം. ഇല്ല, അന്ന് അത് ബേസിക്കലി ലൊക്കേഷൻ ഇല്ലായിരുന്നു, അങ്ങനെ ചെയ്ത് പോയതാണ്. പക്ഷെ ചെയ്തു പോയതാണെങ്കിൽ അത് ഞാൻ പറയട്ടെ, ഞാൻ എത്ര അർജൻസി വന്നാലും അങ്ങനെ ഒരു ടോയ്ലറ്റിൽ ഞാൻ കേറില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞാനും കേറില്ല. അതിനുവേണ്ടിയല്ലോ ടോയ്ലറ്റ് ആയിരുന്നില്ല ഇഷ്യൂ. നമുക്ക് ഈ ഷോട്ട് എടുക്കണം. ഞാനത് ആലോചിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു പടം കണ്ടപ്പോ ലാലേട്ടന്റെ ഒരു പഴയ പടം, ലാലേട്ടൻ എടുത്തിട്ട് എല്ലാരും കൂടി പെരുക്കുക ഇതുപോലൊരു ടോയ്ലറ്റില്. ഇതേപോലൊരു ടോയ്ലറ്റില് പുള്ളി ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മറിഞ്ഞ് തിരിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യണം. അതൊരു ഒരു 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 ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ച് ഡെഡിക്കേറ്റഡ് ആണ്. നീ സമ്മതിക്ക്. അങ്ങോട്ട് കോംപ്ലിമെന്റ്സ് എടുക്കാൻ കുറച്ച് പ്രശ്നമുണ്ടോ? അല്ലേ? അതാണ് എല്ലാം ഇങ്ങനെ ഒരുമിച്ച് വരുന്നതുകൊണ്ട് എല്ലാം കൂടെ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ജനറലി എനിക്ക്. പക്ഷെ കുഴപ്പമില്ല, അതുപോലെ പെരിക്കലിന്റെ കേസ് പറഞ്ഞപ്പോഴേ നല്ലോണം എടുത്തിട്ട് പെരുക്കുണ്ടല്ലോ, ആ ചരലിലൊക്കെ ഇട്ട് എടുക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ. അഭിഷേക് വാസ് അതങ്ങനെ തന്നെ വൺ ഷോട്ട് ആയിട്ട് യൂസ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇവനത് മുറിച്ച് കട്ട് ചെയ്ത് കഷ്ണാക്കിയതാണ് എന്റെ നെഞ്ച് തകർന്നു പോയത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഡയറക്ടേഴ്സ് കട്ടിലുണ്ടാവും അത് സിംഗിൾ ഷോട്ട്. സിംഗിൾ ഷോട്ടായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തത്. അത് ഒറ്റ ഷോട്ടാണ്. ക്ലൈമാക്സ് ക്ലൈമാക്സ് ആക്ച്വലി 8 മിനിറ്റ് ഷോട്ടാണത്. 1 ഷോട്ട് 8 മിനിറ്റ് ഫൈറ്റ്. 8 മിനിറ്റ് ഫൈറ്റ് ആണ്, കട്ടിയില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് 8 മിനിറ്റ് പ്രാക്ടീസ് ചെയ്ത് ആദ്യം രാത്രി 3 മണിക്ക് എന്തോ എടുക്കണത്, 2 മണിക്ക് എന്തോ. ഫസ്റ്റ് ടൈം പ്രാക്ടീസ് ചെയ്തു, സെക്കൻഡ് ടൈം പ്രാക്ടീസ് ചെയ്തു. ഓക്കെ റെഡി. വാസി വന്നു, ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റണ്ട് മാസ്റ്റർ മാസ്റ്റർ എന്ന് പറഞ്ഞു ഒരു വട്ടി കൂടി പോണാ നല്ലായിരിക്കും, എന്നാ ഇത് 1 ഷോട്ടാ ഇருக்கு. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ. അപ്പോഴേക്കും ഞാൻ തകർന്ന് അതൊരു തവണ കൂടി എടുത്തു. കാരണം ഇവിടെ നിന്നല്ലല്ലോ ഫൈറ്റ് ഇവിടെ ചെയ്തിട്ട് പിന്നെ മൂവ് ചെയ്യല്ലേ നമ്മള്. പിന്നെ ഒരു 200 മീറ്റേഴ്സ് മൂവ് ചെയ്തിട്ട് അടുത്തത് കഴിഞ്ഞ് അപ്പൊ ക്യാമറ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അത് അവിടെ സിംഗിൾ ഷോട്ട് ആയിട്ട് ഇട്ടാല് ഫിലിമിനെ ബാധിക്കും. അപ്പൊ എന്തെങ്കിലും സിംഗിൾ ഷോട്ട് വെറുതെ ആൾക്കാർക്ക് കാണിക്കാൻ വേണ്ടി ഈ ഇന്റർവ്യൂവിന്റെ താഴത്തെങ്കിലും ഞങ്ങൾ ഇട്ടോളാം. ഇല്ല അങ്ങനെയല്ല. ഐ ആം ജസ്റ്റ് സൂപ്പർ ഹാപ്പി വിത്ത് ഇത് എങ്ങനെയൊക്കെയാ വന്നത്, അതിന്റെ ഏതൊക്കെ രീതിയിലാണ് അത് ഫൈനൽ കട്ട് വന്നിരിക്കുന്നത്, വളരെ ഹാപ്പിയാണ്. ഐ ആം ജസ്റ്റ് ടോക്കിംഗ് വാട്ട് എവർ വി വെന്റ് ത്രൂ. നമുക്ക് എന്താ പറയാ, സിനിമ ഉണ്ടാകുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മളുണ്ടാവുന്ന ഒരു സാധനമായിരിക്കില്ല ഫൈനൽ പ്രോഡക്റ്റിൽ വരുന്നത്. അതിലെല്ലാവരുടെ ഇൻപുട്ടും എല്ലാ കാര്യങ്ങളൊക്കെ വന്നാൽ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫോം ആയിരിക്കും വരിക. ഇപ്പോൾ വിജയേട്ടൻ പറഞ്ഞ പോലെ ഞാനങ്ങനെ പലതും പറഞ്ഞു വിചാരിച്ച് ഈ പറഞ്ഞ പോലെ സിനിമേനെ ബാധിച്ചാലും പോവും.